റിസ്ക് മാനേജ്മെന്റ് ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈങ്, അസസിങ് ആൻഡ് കൺട്രോളിങ് ദ പൊട്ടൻഷ്യൽ ഇവന്റ്സ് ഓർ കണ്ടീഷൻസ് ദാറ്റ് കുഡ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ഇൻ കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സിലുള്ള കോസ്റ്റിനെ ആണെങ്കിലും ടൈമിനെ ആണെങ്കിലും സേഫ്റ്റിനെ ആണെങ്കിലും ക്വാളിറ്റിനെ ആണെങ്കിലും സ്കോപ്പിനെ ആണെങ്കിലും നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം, ആസസ് ചെയ്യാം, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെന്റിൽ നമുക്ക് ഡിഫറെന്റ് കീസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 സ്റ്റെപ്പുകളാണ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആണ്. റിസ്ക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കോസ്റ്റ് ഓവർറൺ വരുന്നുണ്ടോ, ഡിലേസ് വരുന്നുണ്ടോ, സേഫ്റ്റി ഇൻസിഡൻസ് വരുന്നുണ്ടോ, പൂർ വർക്ക്മാൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ ഡിസൈൻ എറേഴ്സ് ഉണ്ടോ, കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടോ, എൻവയോൺമെന്റ് ഇഷ്യൂസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് എന്തൊക്കെയാണ് റിസ്കുകൾ വരാൻ പോകുന്നത്, ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് റിസ്കുകൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ റിസ്ക് അസസ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ആവും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾ വരും, എവിടെയൊക്കെയാണ് നമ്മൾ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരിക, എത്രത്തോളം കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ് വരും, എവിടെയൊക്കെ കോസ്റ്റുകൾ കൂടുതൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. സോ നമ്മൾ റിസ്ക് അക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് മിറ്റിഗേഷൻ അല്ലെ റെസ്പോൺസ് ആണ്. നമ്മൾ ഈ റിസ്ക് അല്ലെങ്കിൽ ഒരു ഇവന്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിത് ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഈ 4 കാറ്റഗറിയിലേക്ക് നമ്മൾ കൊടുക്കും. ഈ ഒരു കാറ്റഗറീസിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. ഇത് ഇത്രത്തോളം റിസ്ക് ഉണ്ട്, ഇത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ട്, ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ബാക്ക് എൻഡിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, റിസ്ക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യലി നമ്മൾ എത്രത്തോളം റിസ്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്, അത് തന്നെയാണ് അറ്റ് ദ എൻഡിൽ ആ ഒരു ഇവന്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതുകൊണ്ട് ട്രാക്ക് ചെയ്ത് മോണിറ്റർ ചെയ്യണം. സോ റിസ്ക് മാനേജ്മെന്റ് ഈസിയാണ്. നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, ദാറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ്, ടൈം, ക്വാളിറ്റി, സേഫ്റ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ റിസ്ക് വരികയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക, എന്നിട്ട് റെസ്പോൺസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാം, എന്നിട്ട് നമ്മളത് റിസ്ക് മാക്സിമം കുറക്കുക അല്ലെങ്കിൽ ഇമ്പാക്ട് മാക്സിമം കുറക്കുക. ഇതിനെയാണ് റിസ്ക് മാനേജ്മെന്റ് ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.